കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നവരെ സൂക്ഷിക്കും പോലെ ഇനി ഒരാളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് BJPയിലെ പ്രകാശ് ജാവേദ്കറെയാണ്. EP എന്ന ഒരു കുട്ടിയെ മാത്രമല്ല ഇഷ്ടൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ദേവികുളത്തെ രാജേന്ദ്രൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാര്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പ്രകാശ് ജാവേദ്കറെ കണ്ടപ്പോൾ BJPയിലേക്ക് ക്ഷണിച്ചിരുന്നതായും എപ്പോൾ വേണമെങ്കിലും പാർട്ടിയിലേക്ക് വരാമെന്നും അദ്ദേഹം പറഞ്ഞെന്നും രാജേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. CPMൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാജേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ EP-യെയും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. BJPയിൽ ചേരാൻ EP ജയരാജൻ 3 തവണ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. EP BJPയിൽ ചേരാൻ 3 തവണ ചർച്ച നടത്തിയെന്നാണ് ശോഭേച്ചി പറയുന്നത്. വെടക്കാക്കി ഈ കളി എവിടം വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ചർച്ചകളൊക്കെ ഇങ്ങനെ പരസ്യമാക്കിയാൽ ഇനി റാഞ്ചാൻ ഒരു പാർട്ടിയിൽ നിന്നും കുട്ടികളെ കിട്ടില്ല എന്നൊരാന്തൽ BJPയിൽ പൊതുവെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ആളെ കിട്ടില്ലേ എന്നൊരാശങ്ക. കേരളത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് EP-യെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ. TG നന്ദകുമാറിന്റെ കൊച്ചി വെണ്ണലിയിലെ വീട്ടിലും ദില്ലി ലളിത് ഹോട്ടലിലും തൃശൂർ രാമനിലയത്തിലും വെച്ചാണ് കണ്ടത്. ആദ്യം കാണുന്നത് നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചാണ്. 2023 ജാനുവരി മാസത്തിലായിരുന്നു ഇതെന്നും ശോഭ. അവിടെ വെച്ച് BJPയിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും പാർട്ടിയിലെ പദവി പ്രശ്നമാണെന്നും ഉന്നയിച്ചതെന്നും ശോഭ. ദില്ലിയിലെത്തിയത് BJPയിലേക്ക് ചേരാൻ തയ്യാറെടുത്ത് തന്നെയായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ഒരു ഫോൺ കോൾ EP-യുടെ തീരുമാനം മാറ്റി. ആ ഫോൺ കോളിന് ശേഷം EP പരിഭ്രാന്തനായി. പാർട്ടിയിൽ ചേരുന്നതിനുള്ള തീയതി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടു. പിണറായിയുടേതായിരുന്നു ആ കോളെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തുമ്പോൾ സംഗതിയുടെ കിടപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണും. ശോഭേച്ചി കള്ളം പറയില്ല. വേണമെങ്കിൽ കല്ലുവെച്ച നുണ പറഞ്ഞെന്നും വരും. അത് കാര്യാക്കേണ്ട. EP-ക്കെതിരെ എങ്ങനെയും പാർട്ടിയിൽ നിന്ന് നടപടി എടുപ്പിക്കാനുള്ള കുത്തിത്തിരിപ്പാണ് ശോഭേച്ചി കൊണ്ടുപിടിച്ച് നടത്തുന്നത്. CPM ശോഭേച്ചിയുടെയും കൂട്ടരുടെയും വാക്കുകേട്ട് EP-യെ ക്രൂശിക്കുമോ എന്നാണെങ്കിൽ ഒരൊലക്കയും നടക്കില്ല എന്നാണ് പറയാനുള്ളത്. ഓപ്പറേഷൻ ലോട്ടസിനുള്ള ശ്രമം കേരളത്തിലും തുടങ്ങിയിട്ട് നാളേറെയായി. കോൺഗ്രസിലെയും CPMലെയും പല പ്രമുഖരും BJPയിലെത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെയും ശക്തമായിരുന്നു. വൻ തോക്കുകൾ എത്തുമെന്ന അവകാശവാദത്തിനിടെ അടുത്തിടെ എത്തിയത് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയുമാണ്. വന്ന നേതാക്കളെക്കാൾ വലിയ ചർച്ചയായത് EP ജാവേദ്കർ കൂടിക്കാഴ്ചയാണ്. ശോഭയെയും അനിൽ ആന്റണിയും ലക്ഷ്യമിട്ടുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശോഭാ സുരേന്ദ്രനാണ് മെല്ലെ EP-യിലേക്ക് തിരിച്ചുവിട്ടത്. ആദ്യം സസ്പെൻസ് ഇട്ട് പിന്നെ EP-യുടെ പേര് ശോഭ പറഞ്ഞതോടെ കളി മാറി. K സുരേന്ദ്രനും ചർച്ച സമ്മതിച്ച് രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ EP-യുടെ വെളിപ്പെടുത്തൽ വഴി CPM കടുത്ത വെട്ടിലായി. ഇടനിലക്കാർ മലപ്പുറം കത്തി എന്തെല്ലാമായിരുന്നു. ഒടുക്കം 2 നീർക്കോലികളെ കൊണ്ട് കേരളത്തിൽ നിന്ന് തൃപ്തിപ്പെടേണ്ടി വന്നു. ആ നീർക്കോലികൾ അനിൽ ആന്റണിയും പത്മജയും രണ്ടും കടിക്കില്ല. ഒരു മണഗുണാഞ്ചനും കൊള്ളുകയുമില്ല. ഇനി പിള്ളേര് പിടുത്തക്കാരനായ ജാവേദ്കറെ മാറ്റി വേറെ വല്ലേരെ നിയമിക്കുന്നതാണ് BJPക്ക് ബുദ്ധി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.